പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ കബൻ പാർക്ക് കാണാൻ മക്കളുമായിട്ട് എത്തിയതാണ്. രാവിലെ 9 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വലിയ തിരക്കൊന്നും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടില്ല. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ആളുകൾ നാട്ടിലേക്കൊക്കെ പോയേക്കുന്നതുകൊണ്ടാണെന്നാണ് അഭി പറഞ്ഞത്. എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വഴിയെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റും കൂടി ചെയ്യുവാൻ മറക്കരുത്. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ സിറ്റിയുടെ ഹൃദയഭാഗമായ ഹൈക്കോർട്ടിൻ്റെയും വിധാൻ സൗദയുടെയും മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ്. ഈ പാർക്ക് ഒരു 300 ഏക്കറോളം ഉണ്ട്. നടന്ന് കാണാൻ കഴിയുന്നവർക്കാണെങ്കിൽ ഈ 300 ഏക്കറോളം നടന്ന് ആസ്വദിച്ച് കണ്ട് തിരിച്ചു വരാൻ ഒരു ദിവസം തന്നെ വേണ്ടി വരും. കബോൺ പാർക്കിൻ്റെ പ്രത്യേകത തന്നെ ടിക്കറ്റ് പോലും വേണ്ട. നമുക്ക് പാർക്കിനകത്ത് കയറാനായിട്ട് ബാലഭവൻ പാർക്കിന് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ കബൻ പാർക്ക് കാണാൻ എത്തിയിരിക്കുകയാണ്. ഇതാ കണ്ടോ പാർക്കിങ്. രാവിലെ 9:30 സമയമാണ്. ഒരുപാട് തിരക്കാണ് ഇവിടെ. നല്ല വണ്ടി. ഇപ്പോൾ തന്നെ വണ്ടി ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ പാർക്കിങ് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പോയി നിൽക്കുക. ടിക്കറ്റ് എടുക്കുന്നിടത്ത് കയറി വന്നപ്പോൾ നമ്മൾ കണ്ടു നല്ല തിരക്കാണ് അവിടെ. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന്. എന്നാലും നമുക്ക് നോക്കാം. അവിടെ എത്രയും ഭാഗം കാറ് പാർക്ക് ചെയ്തേക്കുന്നു. ഇതാ ഇവിടെ നിങ്ങോട്ട് പിന്നെയും സ്കൂട്ടറുകളും സ്കൂട്ടിയും ബൈക്കുകളും അങ്ങനെ 2 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയ. കബോൺ പാർക്കിലേക്ക് കയറാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് കുട്ടികൾക്കായിട്ടുള്ള ബാൽവാൻ പാർക്കുണ്ട്. അതിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടോയ് ട്രെയിനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിള്ളേർക്ക് പറ്റിയതായ കയറി ആടാൻ പറ്റിയതായ കുറച്ച് റൈഡുകൾക്ക് മാത്രം ടിക്കറ്റ് എടുക്കണം. പിന്നെ ബോട്ടിങ്ങിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതെല്ലാം കൂടി എടുത്താണ് ഇതിനകത്തേക്ക് ഞങ്ങൾ കയറിയത്. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ രാവിലെ തന്നെ നല്ല തിരക്കാണ്. 490 രൂപയോളം. എന്നെ കാണാനായിട്ട് പിള്ളേർക്ക് ഫ്രീ ആണ്. 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീയാണ്. അഡൽട്ട് 10 rupees, 30 ചിൽഡ്രൻ. ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ്. ട്രെയിനിൽ കയറാനായിട്ട് ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എത്ര നേരം വേണമെങ്കിലും ക്ഷമയോടെ ആളുകൾ നോക്കി നിന്നോളും. കാരണം കുറച്ച് പേർക്കേ ആ ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. അതിനുള്ള ആളുകളെ മാത്രമേ എൻട്രൻസ് കടത്തി പുറത്തേക്ക് നിർത്തും. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ പെട്ടുപോകുമൊന്നുമില്ല. കാരണം ആദ്യം തന്നെ നമുക്ക് റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി ഓരോ സ്ഥലങ്ങളായിട്ട് കയറിപ്പോയാൽ മതി. അപ്പോഴാണെങ്കിൽ എല്ലാം തന്നെ ഒരുമിച്ച് കവർ ചെയ്ത് പോകാം. ഇത് അറിയാവുന്നത് കൊണ്ട് അഭിക്കും തസ്തിക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ റൂട്ട് മാപ്പിലൊന്നും നോക്കാൻ നിന്നില്ല. ആദ്യം തന്നെ പിള്ളേരുടെ ഏരിയ കവർ ചെയ്ത് പോകാനായിട്ട് ഇറങ്ങിയതാണ്. മക്കളൊക്കെ ആ ട്രെയിനിൽ കയറാനും പിന്നെ ബോട്ടിങ്ങിനൊക്കെ ആയിട്ടാണ് രാവിലെ തന്നെ ചാടി ഇറങ്ങിയേക്കുന്നതും. ട്രെയിൻ വരാനായിട്ട് കാത്തിരിക്കുന്നതാണ്. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇനി ട്രെയിൻ വരുമ്പോൾ ഇത്രത്തോളം പേരെ എണ്ണം അനുസരിച്ചാണ് കയറ്റി വിടുന്നത്. ഞങ്ങളുടെ ട്രിപ്പിന് പോകാനുള്ള ഇത്രയും ആളുകൾ. 10-15 മിനിറ്റോളം ഉണ്ട് ഈ ട്രെയിൻ യാത്ര. തുരങ്കത്തിനകത്തൂടെയൊക്കെ കയറി വളരെ രസകരമായ യാത്രയായിരുന്നു. നല്ല രസമാണ് പോയിട്ട് വരാനൊക്കെ ആണെങ്കിലും. ആളുകളൊക്കെ നല്ല ഓളത്തിലാണ് ഇതിനകത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാം ഈ ഓളം. ഇവിടെയൊക്കെ വരുമോ? കളിച്ചും ചിരിച്ചും കാറിയും കൂവിയൊക്കെ നല്ല ഓളത്തിലാണ് കുഞ്ഞുങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ വലിയ ആളുകളും ഇതുപോലെ തന്നെ കാറിയും കൂവിയും അവർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. വളരെ രസകരമായി തന്നെ എനിക്ക് തോന്നി ഈ ട്രെയിൻ യാത്ര. കുഞ്ഞുങ്ങൾക്ക് ഈ ട്രെയിനിന് വേണ്ടിയാണെന്ന് തോന്നുന്നു പല കുഞ്ഞുങ്ങളും ഓടി ടോയ് ട്രെയിൻ എന്നും പറഞ്ഞ ഫ്രണ്ട് വാതിലിൽ ഞങ്ങൾ കണ്ടിരുന്നു. ഓടി വന്ന് ടിക്കറ്റ് എടുക്കുന്നിടത്ത് നിൽക്കുന്നതായിട്ട്. നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ഇത് ട്രെയിൻ കാണാനും ഒന്ന് കയറുവാനും ഒക്കെ ആയിട്ട്. നമ്മൾ അപ്പറേ വണ്ടി എത്തിയില്ലേ? ആ ഭാഗം ഇവിടെ ആയത്. Zebra train.
ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് മടുത്ത് വന്നപ്പോഴത്തേന് നമ്മുടെ മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഇവിടെ നന്ദിനി എന്ന് പറയുന്ന ബ്രാൻഡാണ്. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാനായിട്ട് കയറി സെലക്ട് ചെയ്യാനായിട്ട് തസ്നി നോക്കുവാണ്. സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വന്നില്ല, കാരണം അവിടെ ഒരുപാട് ഐസ്ക്രീമൊന്നും ഇല്ലായിരുന്നു, തീർന്നു. ഇനി ഉച്ച കഴിഞ്ഞത്തേക്കൊക്കെ വരുവുള്ളെന്നാണ് പറഞ്ഞത്. അവിടെ മാംഗോ ബാറും കോൺടോപ്പും ആയിരുന്നുള്ളത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാംഗോ ബാർ മതിയെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു മാംഗോ ബാർ. ചൂടായതുകൊണ്ടാവാം നമുക്ക് ദാഹവും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഞാനിവിടെ കാണിക്കുന്ന മരങ്ങൾ, ഓരോ മരങ്ങൾക്കും ഓരോരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാഴ്ചയാണ്, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഡിസബിൾ ഫ്രണ്ട്ലി പാർക്ക്. ഇത് ബാലഭവൻ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ്. ഈ ഡിസബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം വരുമ്പോഴേ ഇത് തുറന്നു കൊടുക്കുകയുള്ളൂ. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് അവർ കുറേ നേരമൊക്കെ ഇരുന്ന് റൈഡുകളിലൊക്കെ കയറി അവരുടേതായ രീതിയിലാണ് ഈ റൈഡുകളെല്ലാം സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് അവർക്കറിയാം. അവർ ഇതാ കണ്ടോ, നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബോട്ടിങ്ങിനായിട്ട് പോകുന്നതാണ്. ഐറൂര് ഇവിടെയൊക്കെ നല്ല പരിചയമാണ്, അതുകൊണ്ട് ഐറു ഓടി ഓടുന്നതാണ്. എൻ്റെ ട്രെയിൻ ഈ തുരങ്കത്തിനകത്തൂടെയാണ് കയറി വരുന്നത്. ഇവിടുത്തെ ബോട്ട് യാത്ര 2 റൗണ്ട് ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു 10 മിനിറ്റോളം 2 റൗണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തീരും. അബിയും ഐറുമോളും ബോട്ടിങ്ങിനായിട്ട് വന്നില്ല. അവർ ഞങ്ങളത് കരയിൽ ഇങ്ങനെ നോക്കി നിന്നു. ഐറുമോൾക്ക് പേടിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് അബിയും ഐറുമോളും കൂടെ മാറി നിൽക്കുകയായിരുന്നു. ഇതിനകത്ത് 1-2 ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സയൻസ് പാർക്ക് ക്ലോസ് ചെയ്തേക്കുവാണ്. പുറത്തു നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി, വെയിലാണ്. എങ്കിലും ഇവിടെ ജോലിക്കാരെ നിർത്തി വെള്ളമൊക്കെ അടിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒരു സൈഡിൽ നിന്ന് നനച്ചുകൊണ്ട് വരികയാണ്. ഒരു വെയിലുണ്ട്, ഇതാ കണ്ടെന്ന് നനയ്ക്കുന്നത് വെയിലുണ്ട്. ബാലഭവൻ ഇൻക്ലൂസീവ് പാർക്കും മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്ലോസ് ചെയ്തേക്കാണ്.
ഇതുണ്ടോ? ഇത് കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ ആയിരുന്നു. ഇവിടെ ഞങ്ങളൊരു കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ഏരിയ ആയിരുന്നു ഇത്. വ്യത്യസ്തതരമായ ഒരുപാട് റൈഡുകളും ഉണ്ടായിരുന്നു. പിള്ളേർക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. കളിച്ച് ഓടിപ്പോയി കളിച്ച് കയറിയതാണ്. പക്ഷെ കുടുങ്ങിപ്പോയി. ഇറങ്ങാൻ ആശാനി അറിയത്തില്ല. ഞങ്ങളെല്ലാം കയ്യാട്ടി വിളിച്ചു. അത് തന്നെ. അവന് തന്നെ അറിയത്തില്ല എവിടെല്ലാം കയറണമെന്ന്. ഓടി നടന്നാണ്. ഇഷ്ടംപോലെ റൈഡുകളാണ്. ഇഷ്ടംപോലെ ഏതിൽ കയറണമെന്നുള്ള ടെൻഷനിലാണ് ഭർത്താവ്. കണ്ടോ? വേണ്ട. എന്നാലും ഒരു കൂട്ടുകാരെ 10 ഒപ്പിക്കും. അത് ഹിന്ദി ആണെങ്കിലും ശരി, അറബി ആണെങ്കിലും ശരി, മലയാളം ആണെങ്കിലും ശരി, എവിടെയെങ്കിലും പിടിച്ചു കയറിക്കും. ഈ പാർക്കിനകത്ത് കണ്ടൊരു മരമാണ്. ഒരു പ്രത്യേകതരം കായൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇതെന്ത് മരമാണെന്ന് അറിയില്ല. കണ്ടപ്പോൾ വല്ലാത്തൊരു ഭംഗിയും കൂടെ തോന്നി ആ മരത്തിനെ. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ബാലവൻ പാർക്ക് മുഴുവനും കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു 4 മണിക്കൂറോളം ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ കളിച്ച് വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങി വന്നപ്പോൾ ട്രെയിൻ കടന്നു വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഗേറ്റ് അടച്ചു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കബോൺ പാർക്കിലേക്ക് പോയി മരത്തണലിൽ ഇരുന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബാംഗ്ലൂരിലെത്തിയാൽ ഈ കബോൺ പാർക്ക് കാണാൻ ആരും തന്നെ മിസ് ചെയ്യരുത്. അത്രയും നല്ലൊരു പാർക്കാണ്. ഇനിയും കാണുവാൻ ഒരുപാട് കാഴ്ചകൾ ഈ പാർക്കിൽ ബാക്കിയുണ്ട്. ഇത് കബോൺ പാർക്കിനകത്തെ ബാൽഭവൻ പാർക്കിൻ്റെ മാത്രം കാഴ്ചകളാണ് ഈ കണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കബോൺ പാർക്കിലേക്ക് പോകണം. അവിടെ പോയി ഒന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് വേണം ബാക്കി കാഴ്ചകൾ കാണാനായിട്ട്. ചിൽഡ്രൻസ് പാർക്കിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കബോൺ പാർക്ക്. ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട്. നമുക്കൊരു മടുപ്പ് തോന്നത്തേ ഇല്ല. കാരണം അത്രയധികം കാഴ്ചകളുണ്ട്. പലതരത്തിലുള്ള മരങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഫാമിലി ഇങ്ങനെ വന്ന് കളിക്കുന്നു. അവരൊക്കെ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പാർക്കിനകത്ത് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാമിലികളെ ഞങ്ങളിവിടെ കണ്ടു. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്സ്, കപ്പിൾസ്, ലവേഴ്സ്, അങ്ങനെ ഒരുപാട് പേരിവിടെ കൂട്ടം കൂടി വരാറുണ്ട്. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സ്ഥലമാണിത്. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മളൊന്ന് റിലാക്സ് ചെയ്യും.
താണ്ടെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവരണമെന്ന് മാത്രം, അല്ലെങ്കിൽ പായോ എന്തെങ്കിലും നമുക്ക് വിരിച്ചിരിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒരു തുണി നമ്മളുടെ കയ്യിൽ കാണണം, അല്ലെങ്കിൽ പുല്ലിൻ്റെ മണ്ടയിൽ ഇരിക്കേണ്ടി വരും. ഇവിടെ വരുന്ന എല്ലാവരുടെയും കയ്യിൽ ഇതുപോലൊരു ബെഡ്ഷീറ്റോ പായോ എന്തെങ്കിലും കാണും. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ചോറും പൊതിയൊക്കെ കെട്ടിയാണ് ഇറങ്ങിയത്. ഇവിടെ വന്നിരുന്നിങ്ങനെ റിലാക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. കബോൺ പാർക്കിൽ വരുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാണ്, ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കഴിക്കുന്നവരും ഇവിടെ വന്ന് ഉറങ്ങുന്നു, കളിക്കുന്നു, അങ്ങനെ ഓരോ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഊണെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വർത്തമാനം പറയുന്നു, കുറച്ച് നേരം കിടന്നു. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ട് ഒന്ന് എഴുന്നേറ്റു. ഇവിടെ നമുക്ക് ചായ വരും, കൂടെ വരും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം. ഞാനൊന്ന് വിശ്രമിച്ചിട്ടൊക്കെ എഴുന്നേറ്റ് ഒരു ചായ വാങ്ങിച്ച, പക്ഷേ ഈ ചായ ഗ്ലാസിൻ്റെ വലിപ്പം കണ്ടോ, ഒരു കവിള് പോലും ഇല്ല ചായ. പക്ഷേ ചായ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പക്ഷേ വിലയും കൂടുതലാണ്, 20 15 അങ്ങനെ കണ്ട രൂപയായിരുന്നു. സാധനവും ഇല്ല. വിശ്രമം എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം എൻജോയ് ഒക്കെ ചെയ്ത് ദാണ്ട് ഞങ്ങൾ ബാക്കിയൊന്ന് കറങ്ങി കാണാനായിട്ട് ഇറങ്ങിയത്. ഇതാണ് ഞാൻ പറഞ്ഞ റൂട്ട് മാപ്പ്. ഇവിടെ വന്നാണ് ആളുകൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാം, ഇത് നോക്കിയിട്ടാണ് അകത്തേക്ക് പോകുന്നത്. ഇതാകുമ്പോൾ കറക്റ്റ് സ്ഥലം കറങ്ങി വരാൻ പറ്റും. റൂട്ട് മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അകത്ത് കയറിയാലും മതി. പിന്നെ നമുക്ക് ആ റൂട്ട് മാപ്പ് നോക്കി തന്നെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ കറക്റ്റ് എല്ലായിടവും തന്നെ കണ്ടിറങ്ങി വരാൻ പറ്റും. ഫോട്ടോ ഒക്കെ ഉണ്ട്, പിന്നെ എന്തുവാന്നുള്ളതൊക്കെ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടുത്തിരുന്ന് നടന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയതാണ്. ദാണ്ട് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം വിനോദങ്ങളിൽ ഏർപ്പെടുന്നൊരു സ്ഥലമാണ്. ഇതുപോലത്തെ സൈക്കിൾ, സ്കേറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു മക്കളും വലിയവരും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നൊരു റോഡാണിത്. ഇവിടെ വണ്ടിയൊന്നും വരത്തില്ല, ബ്ലോക്ക് ചെയ്തേക്കാണ്. ഇതിവിടെ അമ്പലമൊക്കെ വളർത്തിയിരിക്കുന്നൊരു കുളമാണ്. വേനൽ ഈ കുളത്തെയും ബാധിച്ചു, വെള്ളമൊക്കെ പറ്റി തുടങ്ങി. എന്നാൽ ആമ്പലൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നു, നല്ല ആമ്പൽപ്പൂവൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷെ വെള്ളം നന്നായിട്ട് പറ്റി തുടങ്ങി, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു സൈഡ് നന്നായിട്ട് പറ്റിയ വെള്ളമല്ല, കണ്ടോ ആമ്പൽപ്പൂ നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ തിരിച്ച് നടക്കുന്ന സമയത്ത് കബോൺ പാർക്കിലെ കാഴ്ചയാണിത്. തൊട്ടിയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുന്നുണ്ടോ, തൊട്ടിയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കുഞ്ഞു മക്കളെയൊക്കെ ആയിട്ട് വന്ന് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വരുന്നതാണ്. ഒരുപാട് നേരം വന്നിരിക്കും. ചിലരൊക്കെ രാവിലെ തന്നെ ഇവിടെ ഷീറ്റൊക്കെ വിരിച്ച് ഇരുന്നിട്ട് അവർ വൈകിട്ടാണ് പോകുന്നത്. ഞങ്ങളും ഇരുന്ന് കുറേ നേരം. ഈവനിങ് ടൈം ആയപ്പോൾ ട്രെയിനിൽ കയറാനൊക്കെ കയറിയേക്കുന്ന ആളുകളാണ്. രാവിലത്തേക്കാൾ ഇരട്ടി തിരക്കാം. ഇപ്പം ഓരോ ലൈൻ സ്കൂട്ടിയായിരുന്നു, ഇപ്പോൾ 2-3 ലൈനാണ് സ്കൂട്ടിക്ക് തന്നെ. അത്രയേറെ തിരക്കായി. കുതിരസവാരി പാർക്കിങ്ങിന് പുറത്താണ്. ഇത് പാർക്കിങ്ങിൽ ഉൾപ്പെട്ടതല്ല, പ്രൈവറ്റായിട്ട് തന്നെ ആളുകൾ നടത്തുന്നതാണ്. എന്നാലും ദാണ്ട ഈ പാർക്കിംഗ് ഏരിയയിലൂടെയാണ് ഇവർ സവാരി നടത്തുന്നത്. ഒരുപാട് ആളുകൾ കുതിരസവാരിക്കായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പാർക്കൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് തിരികെ പോവുകയാണ്. ഇത് കാണേണ്ട പാർക്ക് തന്നെയാണ്, കാരണം കണ്ടില്ലെങ്കിൽ ഇത് വളരെയധികം നഷ്ടമാവും. ബാംഗ്ലൂർ വന്നിട്ട് ഈ പാർക്ക് കാണാതെ പോയാൽ വളരെയധികം സങ്കടവുമായി തീർന്നേനെ.
പാർക്കിൽ നിന്ന് വൈൻഡപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആ തിരക്ക് കണ്ടല്ലോ, ആളുകൾ എന്നെ തട്ടിമറിച്ചിട്ടേനെ. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നമ്മളെ തേടിയിരിപ്പുണ്ട്. ഒരുമിച്ച് കാണാം, ഒരുമിച്ച് നമുക്ക് ആസ്വദിക്കാം. ബൈ ബൈ.